നീ വരുത്തുപോക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഓ, ഈ ദൈവങ്ങളൊക്കെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റ് അല്ലേ? കേട്ടിട്ടുണ്ട്. ഈ വരുത്തുപോക്കുള്ള സ്ഥലം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നൊരു വിശ്വാസമുണ്ട്. അന്ന് വീട് വാങ്ങാൻ വന്ന സമയത്ത് നാട്ടുകാർ ചിലതൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ ഒന്നും കാര്യമായിട്ട് ഇതങ്ങ് വാങ്ങി. അപ്പം നല്ല ചുളുവലൊക്കെ ഇട്ട് കാണുമല്ലേ? ആ, അതുകൊണ്ട്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നാട്ടുകാർ പറയുന്നതിൽ എന്തോ ഒരു സത്യമില്ലേ എന്നൊരു സംശയം. എന്താടാ? ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു. സമയം ഏകദേശം ഒരു 9-9:30 ആയിട്ടുണ്ടാവും. ഞാൻ അടുക്കളയിൽ നിന്നപ്പോൾ ഹോളിലൊരു ചലങ്കയുടെ ശബ്ദം കേട്ടു. ഹോളിൽ ചെന്നപ്പോൾ ആരെയും കണ്ടില്ല. പുറത്തായിരിക്കുന്ന കരുതി വാതിൽ തുറന്നിറങ്ങിയതും നീ ആ സമയത്ത് എവിടെയായിരുന്നു? ഞാനകത്ത് റൂമിലായിരുന്നു. നിലവിളി കേട്ടൊന്ന് നോക്കുമ്പോൾ ഇവള് ബോധം കൊണ്ട് തറ കിടക്കുക. എന്താ കണ്ടേന്ന് കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ? ഞാനങ്ങനെ പെട്ടെന്ന് പേടിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ അത് വല്ലാത്തൊരു രൂപം. അതിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും പേടിച്ചെന്നെ കണ്ണിലിരുട്ട് കയറി. സത്യം പറഞ്ഞാൽ വല്ല കള്ളനെ കണ്ട് പേടിച്ചതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിറ്റേ ദിവസം വേറൊരു സംഭവം ഉണ്ടായി. അന്ന് മാത്രമേ വീടിന് ചുറ്റുന്ന 5ഓളം കിളികളെ കിട്ടിയത്. ഈ വരുത്തുപോക്കുള്ള സ്ഥലങ്ങളിൽ പക്ഷികളും മൃഗങ്ങളും ഇങ്ങനെ ചത്തു വീഴുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ വല്ല ആണെന്നുണ്ടെങ്കിൽ ഇത് വിട്ടിട്ട് എങ്ങോട്ടും പോകാമെന്ന് വെച്ചാൽ ഹൗസ് ഓണറെ പൈസ തരുമെന്ന് തോന്നില്ല. അതാ ഞാൻ നിന്നെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചത്. ഇതിലിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? സാധാരണ നീ ഇങ്ങനത്തെ കഥയൊക്കെ അല്ലേ എഴുതാറ്. നീ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ. എടാ, ഞാൻ എഴുത്തുകാരനാണ്, ഡിറ്റക്റ്റീവ് അല്ല. എഴുതുമ്പോൾ എന്ത് വേണമെങ്കിലും എഴുതാം. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. എനിക്ക് വേറെ പണിയുണ്ട്. എടാ, നിന്നോട് കൊലക്കേസ് അന്വേഷിക്കാനൊന്നുമല്ലല്ലോ ഞാൻ പറഞ്ഞേ. നീ ഇന്നൊരു ദിവസം ഇവിടെ നിൽക്ക്, എന്നിട്ട് ഇവിടെ എന്തെങ്കിലും പന്തികളുണ്ടോ നോക്ക്. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ? ആർക്കും താല്പര്യമില്ലെന്ന്? അവനാ? ഇതൊക്കെ അവൻ്റെ അഭിനയല്ലേ? നിനക്കവനെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ. ഇന്ന് രാത്രി തന്നെ ഇവൻ്റെ പേരന്വേഷിച്ച് പോയി തുടങ്ങും. അവനെ ഇതിലൊക്കെ ഇച്ചിരി വട്ടം. ഈ സംഭവം നടന്ന ദിവസം രാത്രി അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല. ക്ഷീണം തോന്നുകയോ വയ്യാതാവുകയോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അന്ന് കുളിച്ചു കഴിഞ്ഞ് പതിവില്ലാതെ കുറച്ചേരം ഞാൻ തുമ്മിയായിരുന്നു. അത് ചിലപ്പോൾ വെള്ളം മാറി കുളിച്ച് തന്നെയായിരിക്കും. ഓ, നിങ്ങൾ ഈ പറയുന്ന സംഭവം നടന്നു എന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ എന്താ പ്രൂഫ്? നിങ്ങൾ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. അല്ലാതെ എന്താ? അല്ല, അന്ന് ചത്തു വീണ പക്ഷികളെ നമ്മൾ കുഴിച്ചിട്ടില്ലേ? അതെ. പക്ഷികൾ അങ്ങനെ വെറുതെ ചാവില്ലല്ലോ. അതൊരു തെളിവല്ലേ? എക്സാക്ട്ലി. ആകെ നമ്മുടെ കയ്യിലുള്ള തെളിവ്. പക്ഷികളെ കുഴിച്ചിട്ട സ്ഥലം ഞാൻ പോയി നോക്കിയായിരുന്നു. നമ്മൾ മനുഷ്യന്മാരെ പോലെ അല്ല പക്ഷികൾ. എന്തെങ്കിലും വിഷാംശം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ തൂവല്ലും ബോഡിയിലൊക്കെ അത് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആ പക്ഷികളിൽ ഞാൻ കണ്ടിരുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെയാണെങ്കിൽ ആ വിഷാംശം നിങ്ങളുടെ ഉള്ളിലും പോയതായിട്ട് ഞാൻ കരുതുന്നു. അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഹാലൂസിനേഷനാണ് വർഷയ്ക്കുണ്ടായതെങ്കിലും? ഇല്ലില്ല, അത് ഹാലൂസിനേഷൻ ഒന്നും അല്ല. ഞാൻ ശരിക്കും കണ്ടത് തന്നെ. ശരി, ഇനി എന്തെങ്കിലും ഫിയർ ഇൻഡ്യൂസിങ് ഡ്രഗ് ആണെങ്കിലും? അല്ല, അങ്ങനെയാണെങ്കിൽ അത് എനിക്ക് സംഭവിക്കണ്ടേ? എടാ, ഈ ഡ്രഗ് ഒക്കെ ഓരോ ബോഡിയിൽ വർക്കാവുന്ന ഓരോ രീതിക്കാണ്. എടാ, അങ്ങനെ വരെ ഞങ്ങൾ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ലല്ലോ. ഇവിടെ കുക്ക് ചെയ്ത് കഴിക്കല്ലേ? പുറത്തുനിന്ന് കഴിക്കാറുണ്ടല്ലോ. എന്ത്? ഈ ടാങ്ക് ഞാൻ പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ ചില നിറവ്യത്യാസങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത് വളരെ ഡേഞ്ചറസ് അല്ലാത്ത എന്തോ ഒരു കെമിക്കൽ നിങ്ങളുടെ ഉള്ളിൽ പോയിട്ടുണ്ടാകാം. അത് ചിലപ്പോൾ ഈ സംഭവം നടന്ന ദിവസം തന്നെ ആയിരിക്കാം. അപ്പൊ ഈ പക്ഷികൾ ചത്തതോ? പക്ഷികളെ ഏതെങ്കിലും തരത്തിൽ വെള്ളം കുടിച്ചിട്ടുണ്ടാവും. അങ്ങനെ മയങ്ങി വീണ് ചത്തതാണെങ്കിലും. എന്നാലും ആരാ നമ്മളോട് ഇത് ചെയ്യാൻ? നമ്മൾ ആകെ വന്നിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. അതിപ്പോൾ ആരും ആവാം. നമ്മൾ ഈ വീട് വാങ്ങി ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ ഈ വീട് വാങ്ങിയില്ലേ? ജേക്കബ്, ജോസഫ്. ജോസഫ്, അയാളും ആവാലോ. വീട് വെക്കുന്നു,
വീട് വാങ്ങിയവരെ പേടിപ്പിക്കുന്നു, എന്നിട്ട് വീട് വാങ്ങിയവർ പകുതി പൈസയ്ക്ക് വീടും തിരിച്ച് വിറ്റിട്ട് എങ്ങോട്ടെങ്കിലും ഓടുന്നു. നല്ല ബിസിനസ് അല്ലേ? ചിലപ്പോൾ അതും ആവാലോ. ശരിയാണല്ലേ? അങ്ങനെ ആണെങ്കിൽ അയാളുടെ അന്തി എൻ്റെ കൈകൊണ്ടാ. നീ അറിഞ്ഞല്ലേ, ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്തറിഞ്ഞോന്ന്? ഞാൻ തന്നെ വെറുതെ വിളിച്ചതാ. എന്താ സംഭവം? എന്താ? എടാ, എൻ്റെ വീടിൻ്റെ ഓണറല്ലേ ജോസഫ്, പുള്ളി മരിച്ചു. ഇന്നലെ ഒരു കാര്യമില്ലാതെ കിണറ്റി ചാടിയെന്നാണ് കേട്ടത്. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. കണ്ണൊക്കെ തള്ളി, മുഖമൊക്കെ വെള്ളറി വെളുത്ത്, എന്തോ കൊണ്ട് പേടിച്ച പോലും. എടാ, ഇനി വർഷം കണ്ടു തന്നെ ആയിരിക്കും പുള്ളിയും കണ്ടിട്ടുണ്ടാവുക. ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ വെറുതെ ചെന്നാടി ആത്മഹത്യ ചെയ്യുന്ന വെച്ചാൽ എന്തായിരിക്കും കാരണം? നിന്റെ വീട്ടിൽ നടന്ന പോലെ തന്നെ ആയിരിക്കും. ആരെങ്കിലും വന്ന് പേടിപ്പിച്ചിട്ടുണ്ടാവും. പുള്ളി ചെന്ന് വീണത് കേട്ടിലും. ഷടാ, ഇതിൻ്റെ പിന്നെ പുള്ളിയാന്ന് വിശ്വസിച്ചിരുന്നത് ഞാൻ. എന്നാലും ഇത് ആരായിരിക്കും? അയാളുടെ വീട്ടിലൊന്നും പോകാൻ പറ്റിയിരുന്നെങ്കിൽ. എന്നിട്ട് എന്തിനാ ആ പെണ്ണുമ്പിളുടെ വായിരിക്കുന്ന കേൾക്കാനോ? അല്ലേ ദേഷ്യം വന്നപ്പോൾ അവർ തള്ളിയിട്ട് കൊന്നയെന്നൊരു പരക്കെ പറച്ചിലുണ്ട്. വെറുതെ എന്തിനാ? അല്ല, ഇതൊക്കെ വന്ന് അന്വേഷിക്കാൻ മോൻ ആരാ? ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ജോസഫേട്ടനെ അറിയാം. പിന്നെ ഒരു നാട്ടുകാരൻ കൂടി ആവുമ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നു എന്നറിയുമ്പോൾ ഒന്ന് അന്വേഷിക്കണമല്ലോ. അതൊക്കെ വന്ന് അന്വേഷിക്കാൻ പോലീസുണ്ട്. അവർക്ക് ഞാൻ കറക്റ്റ് മറുപടിയും കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഈ കണ്ട നാട്ടുകാരുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണമെന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ്. അല്ല, മോൻ പോലീസൊന്നും അല്ലല്ലോ അല്ലേ? ആണ്. ഞങ്ങൾ മഫ്തിയില്ല. ഈ സംഭവം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പോലീസുകാർ കളർ ഡ്രസ്സിൽ ഇറങ്ങിയിട്ടുണ്ടേ. സംഭവം രഹസ്യമാണ്, ആരോടും പറയരുത്. രഹസ്യമായിട്ട് അന്വേഷിക്കാൻ എന്ത് പറ്റി സാറേ? പുറത്ത് പറയാൻ പാടില്ലെന്നാണ്. എന്നാലും ചേച്ചി ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ഇതൊരു കൊലപാതകമാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. അയ്യോ, അങ്ങനൊന്നും അല്ല സാറേ. അങ്ങേര് രാത്രി മൂത്രം ഒഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാ. കണ്ട ആ കാണുന്ന കിണറിൻ്റെ അടുത്തുള്ള മരം അങ്ങേരുടെ സ്ഥിരം ടോയ്ലറ്റ്. രാത്രി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കാലെങ്ങാനും വഴുതി വീണതായിരിക്കും. അതൊന്നും അല്ല സാറേ. അയ്യോ, അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചെറിയൊരു സംശയം തോന്നുമ്പോൾ ഒന്ന് അന്വേഷിക്കണമല്ലോ. ചേച്ചി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പൊക്കോളാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് വീടും പരിസരമൊക്കെ ഒന്ന് കാണണം. ചേച്ചി പറഞ്ഞൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. അപ്പൊ ശരിക്കൊന്നും കിട്ടിയില്ല? അവരെ വീടിന്റെ അടുക്കള മുതൽ വാട്ടർ ടാങ്ക് വരെ ഞാൻ അരിച്ചു ഇറക്കി. ഒരു ക്ലൂ എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അതീ പിടിച്ചാൻ കയറിയനെ. നീ ഇപ്പം തൽക്കാലം എങ്ങും പിടിച്ച് കയറണം. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അവരെന്നെ പിടിക്കട്ടെ. ഇനി അതല്ല, നീ പറഞ്ഞ പോലെ ഒരു അപകടം പറ്റിയുണ്ടായ മരണമാണെങ്കിൽ അത് ചെയ്തവൻ എന്തായാലും പേടിച്ചിട്ടുണ്ടാവും. അത് ശരിയാ, അത് ചെയ്തവൻ എന്തായാലും പേടിച്ചിട്ടുണ്ടാവും. ഉടനെ ഒന്നും പുറത്തിറങ്ങും തോന്നുന്നില്ല. എന്തായി? നീ പറഞ്ഞു ശരിയാ, അയാൾക്ക് പേടിച്ച് ഭ്രാന്തായി. ഓ, കുറച്ച് നേരം ഉണ്ടായിരിക്കും, കുറച്ച് നേരം എന്തോ കൊണ്ട് അലറി വിളിക്കും. ഈ നാട്ടിലുള്ള സകലമായ ആൾക്കാരും ഉണ്ടോ? അതുകൊണ്ട് അതിന് നേരം നിന്നില്ല, ഇങ്ങ് പോന്നു. അതെന്തായാലും നന്നായി. അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും തോന്നരുത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൻ്റെ പുറകെ പോകുന്നൊരു ക്രേസ് ആയിരിക്കും. പക്ഷെ എനിക്കങ്ങനല്ല. എനിക്ക് നല്ല പേടിയുണ്ട്. അടുത്താഴ്ച സുഹൃത്തോടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പകൽ മുഴുവൻ ഞാനിവിടെ ഒറ്റയ്ക്കാം. എനിക്കത് ആലോചിച്ചിട്ട് ഇപ്പം തന്നെ ഒരു സമാധാനമില്ല. നീ എന്താ പറഞ്ഞു വരുന്നേ? നമുക്കിത് തിരിച്ചു കൊടുക്കാം, എന്നിട്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കാം. ഞാനും അതിനെപ്പറ്റി ആലോചിക്കായിരുന്നില്ല. പക്ഷേ ഹൗസ് ഓണർ ഞാൻ പൈസ തിരിച്ചിരുന്നു തോന്നുന്നില്ല. എടാ, നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തല്ലേ. നമുക്കിതിനെ പിന്നെ ആരാന്ന് കണ്ടുപിടിക്കാം. നീ കണ്ടുപിടിച്ചോണ്ടൊക്കെ എവിടെ നിന്നോ? ഞാൻ എന്തായാലും തീരുമാനിച്ചു. നീ തീരുമാനിച്ചോ? ഞാൻ എന്തായാലും അങ്ങനെ അവിടെ ഉദ്ദേശിച്ചിട്ടില്ല. അവിടെ താമസക്കാർ വന്നെന്ന് അറിഞ്ഞപ്പോൾ കരുതിയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ മുമ്പ് ഈ വീട്ടിൽ താമസിച്ച ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് അറിയാമോ? ഏത് താമസക്കാർ? എൻ്റെ അച്ഛൻ്റെ കാലത്ത് കണ്ട ആരോ താമസിച്ചതാ. അതിനുശേഷം ആരും വന്നില്ല അവിടെ. ജോസഫ് ആത്മഹത്യ ചെയ്യാനൊന്നും വഴിയില്ല. അത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇതാ പെണ്ണുമ്പോൾ എന്തോ മരുന്ന് കൊടുത്ത് മയക്കി കെട്ടി തള്ളിയിടാനോ വഴി. അവരെന്തോ ഡോക്ടർ നേഴ്സും തന്നെ. ഓ,
അവർക്ക് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ടൊക്കെ ബന്ധമുണ്ടല്ലോ. പിന്നെ കുറച്ചാളായിരുന്നു പുറത്ത് ഡോക്ടറോ നേഴ്സായിട്ട് എന്തോ വർക്ക് ചെയ്താ. പിന്നെ ഈ ജോസഫ് ബിസിനസ് ഒന്ന് പച്ചപിടിച്ചപ്പോൾ നിർത്തിങ്ങ് പോകുന്നു. എടാ എനിക്കിപ്പോൾ അറിയാം ഇതാരാ ചെയ്തത്. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകെ ആരെന്ന് രാഹുൽ കണ്ടുപിടിച്ചത്. ആരാ? അതാരാന്ന് അവൻ പറഞ്ഞില്ല. ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ആരാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് രാഹുൽ എത്ര നാളായിട്ട് അറിയാം? ഒരു വർഷമായിട്ട് അറിയാം. വിശ്വസിക്കാൻ പറ്റുമോ? അതിന് എങ്ങനെ ചോദിച്ചു? ഏയ്, ഞാൻ ഒന്ന് വിട്ടുപോയാലോ എന്ന് ആലോചിക്കാം. എന്താ പെട്ടെന്ന്? ഇതിന്റെ പിറകിൽ ആരാണെന്നല്ല ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞില്ലേ? നിന്ന് സസ്പെൻസ് ഇടാതെ ആരാന്ന് വെച്ചാൽ പറടാ. 2-3 ദിവസമായിട്ട് നിനക്ക് ഈ വീട് വിറ്റ ജോസഫിന്റെ പിറകെയായിരുന്നു ഞാൻ. ആളുടെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ടെങ്കിലും ഈ ഇടയായിട്ട് ആൾ ഇച്ചിരി മോശം അവസ്ഥയിലായിരുന്നു. ആളുടെ കയ്യിലുണ്ടായിരുന്ന ആകെ പിടികൊള്ളി ഈ വീട് സ്ഥലം വിൽക്കുക എന്നുള്ളതായിരുന്നു. എല്ലാവർക്കും അതിന്റെ മേലൊരു നോട്ടം ഉണ്ടായിരുന്നു. ഞാൻ ആ വഴിക്കൊന്ന് അന്വേഷിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. അതിനിടയ്ക്ക് എനിക്ക് മറ്റൊരു ഇൻഫർമേഷൻ കിട്ടി. ജോസഫിന്റെ ഭാര്യ മേരി ഒരു നഴ്സായിരുന്നു. സ്വാഭാവികമായും ഡ്രഗ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ. പുള്ളിക്കാരിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ഞാൻ ഏതാണ്ട് ഉറപ്പിച്ചതാണ്. പക്ഷേ ഒരു ചോദ്യത്തിന് മാത്രം എൻ്റെ കയ്യിൽ ഉത്തരവുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഇവിടെ കണ്ട തെളിവുകൾ ഓരോന്നായി എടുത്തു പറഞ്ഞ ശേഷം നടന്ന ജോസഫിന്റെ കൊലപാതകത്തിൽ ഞാൻ ഇവിടെ കണ്ട ഒരു തെളിവും കണ്ടില്ല. ആരോ കൃത്യമായിട്ടെല്ലാം മായ്ച്ചു കളഞ്ഞ പോലെ. എ ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ക്രൈം. അതങ്ങനെ വെറുതെ നടക്കില്ലല്ലോ. അതും നമ്മൾ 3 പേരിൽ ഒരാളും അറിയാതെ. ബൈ ദ വൈ, നിന്റെ ഒരു ബ്രദർ ഡോക്ടർ അല്ലേ? ഓ, അപ്പം നീ പറഞ്ഞെടുത്ത് ഞാനും വർഷം കൂടെ അയാളെ കൊന്നേ. പക്ഷേ വർഷയുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാനെന്നാ ഞാൻ എന്തിനാ അയാളെ കൊല്ലുന്നേ? സത്യം എന്താണെന്നും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നും നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇനി അതിന് ഞാനൊരു വിശദീകരണം തരണമെങ്കിൽ പറയാം. പൈസയ്ക്ക് നല്ല അത്യാവശ്യം ഉണ്ടായിരുന്ന ജോസഫിന് നീ ഒരു എമൗണ്ട് അഡ്വാൻസ് കൊടുക്കും. ബാക്കി പൈസ പിന്നെ തരാമെന്ന വാക്കിൻ്റെ പേരിൽ നീയും വർഷയും ഇവിടെ താമസമാക്കും. പക്ഷെ നീ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. പൈസ സെറ്റാക്കാൻ നിനക്ക് പറ്റിയില്ല. അത് കൊടുക്കാതിരിക്കാൻ നീ ഒരു പ്ലാൻ സെറ്റ് ചെയ്യും. ഒരു ഫിയർ ഇൻഡ്യൂസിംഗ് ഡ്രഗിന്റെ സഹായത്തോടെ മറ്റുള്ളവരെ ഭയപ്പെടുത്തി ഈ വീടുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ സത്യമാണെന്ന് വരുത്തി തീർക്കുക. ആ പ്ലാൻ സ്വന്തം വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് അതിലെന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നീ എന്നെ വിളിക്കും. ഞാൻ വന്ന് കണ്ട് വെറുതെ അങ്ങ് പോകുന്നു നീ അങ്ങ് വിചാരിച്ചു. സംഭവം നടന്നതിന്റെ പിറ്റേന്ന് ടാങ്ക് ക്ലീൻ ചെയ്യാൻ നീ കയറിയെന്ന് വർഷ പറഞ്ഞപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയത്. പിന്നെ അന്നേ ദിവസം നീ ഒന്നും കഴിച്ചില്ല, കുളിച്ചില്ല എന്നുകൂടി കേട്ടപ്പോൾ ഞാൻ അതങ്ങ് ഉറപ്പിച്ചു. ശരി, ഞാൻ തന്നെ ചെയ്തേ. നിന്റെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. തെളിവുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ വളരെ സമർത്ഥമായി ചെയ്ത നീ ആ ഡ്രഗിൻ്റെ കുപ്പി മാത്രം വളരെ സിമ്പിളായിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞത് ഒരബദ്ധമായി പോയല്ലോ സുഹൃത്തെ. പേടിക്കണ്ട, ആ കുപ്പി വളരെ ഭദ്രമായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ ആ ടാങ്കിൽ നിന്ന് ശേഖരിച്ച സാമ്പിൾസ്, നിന്റെ ഭാര്യയായ വർഷയുടെ മൊഴി, അവക്കെല്ലാം അറിയാം. അങ്ങനെ നിന്നെ പൂട്ടാനുള്ള സർവമാന തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. എടാ, നിനക്കെല്ലാം അറിയാലോ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ നിനക്ക് കുറച്ച് പൈസ സംഘടിപ്പിച്ചു തരാം. എത്ര രൂപ? ഒരു 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ എല്ലാവർക്കും തികയും? എല്ലാവർക്കും? നീ ഇതായിട്ടും പറഞ്ഞോ? എല്ലാവരും ഉണ്ടോ? ആ, അവര് നിനക്ക് വേണ്ടി വന്നതാ. എന്താടാ, പേടി തോന്നുന്നുണ്ടോ നിനക്ക്? പേടി തോന്നാനുള്ള വസ്തു നിന്റെ ഉള്ളിൽ ഇപ്പൊ ചെന്നിട്ടുണ്ടാവണമല്ലോ. സംഘടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി.
എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? രാഹുൽ AV ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനിയിൽ വെച്ചിട്ട് ഈ അടുത്തൊരു മർഡർ നടന്നിട്ടുണ്ടായിരുന്നു. താൻ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിന്റെ പ്രതിയല്ലേ പോലീസ് അറസ്റ്റ് ചെയ്തത്? എനിക്ക് അതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.